അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിത ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇവർ പാസ് ചെയ്യുമ്പോൾ കാണാം അവളുടെ ആ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അമലും അവൻ്റെ കൂടെ ഒരു പെണ്ണും ഇങ്ങനെ അവരിങ്ങോട്ടൊക്കെ ചുറ്റി നടന്ന് കടയിലൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ സ്റ്റക്കായിട്ട് അവനെ ഫോണിൽ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിലൊന്നും ഇവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പം വീണ്ടും വീണ്ടും ഇവൾ വിളിക്കുന്നു, ഇവൻ കട്ട് ചെയ്ത് വിടുന്നു. എന്നിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അവർ വേറെ എങ്ങോട്ടോ പോവുകയാണ്. അവൾ പുറകെ പോകുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിനെ കിട്ടണില്ല. അവൾ കടന്നങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ആ ഒരു ദേഷ്യം ഫ്രസ്ട്രേഷനായിട്ട് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിലോട്ട് കയറി വരികയാണ് ബബിത. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആഹാ വന്നല്ലോ മാരണം, അവിടെ നിൽപ്പുണ്ട് നമ്മുടെ വൈജയന്തി. പുള്ളിക്കാരത്തി ഇങ്ങനെ മോള് തിരിച്ച് വരുന്ന കണ്ടിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പം അമ്മേനെ കാണുമ്പം ചെറുതായിട്ട് ആ ദേഷ്യം മാറ്റുന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ ഒരുമാതിരി ദേഷിച്ച് ചവിട്ടി പറിച്ച് ഊരി കളയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ വൈജയന്തി ഇത് എന്ത് ഇവളെ കാണിക്കും എന്നുള്ള രീതിയിൽ വന്ന് ചോദിക്കുകയാണ്, നിനക്ക് ആരോടെ ഇത്ര ദേഷ്യം? അപ്പോൾ ഇവള് പറയാണ്, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം, ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്കിന് അവർ ചോദിക്കുകയാണ്, നീ ഇതെവിടെ പോയതായിരുന്നു? അപ്പം അവൾ പറയാണ്, ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു, ഞാൻ അവിടെ പോയതാണ്. ഇതിന് പിന്നെ വൈജയന്തി ചോദിക്കണം, നീ എന്നിട്ട് നീ കിടന്ന് തിളയ്ക്കണത് വേണേ? അന്നേരം ഉടനെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഫോൺ കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ എൻ്റെ ഫോൺ പൊട്ടിയേക്കണ കണ്ടോ? അപ്പം അന്നേരം ഒരു ഫോൺ പിടിച്ച് നോക്കിയിട്ട് അയ്യോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞു, ഇത് നിലത്ത് വീണ് പൊട്ടി, ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി, പിന്നെ ഞാനും ഒരു എടുത്ത് വലിച്ചും കൂടെ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു. കേട്ടപ്പോഴത്തേക്കും വൈജയന്തി പറഞ്ഞു, അഹങ്കാരം അല്ലാണ്ട് വേറെ എന്താ പറയുന്നത്? അപ്പോൾ വൈജയന്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നു, കുറച്ച് നാൾ ഫോണില്ലാതെ നടക്കുക, അപ്പോൾ പഠിച്ചോളും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേന് ബബിത പറയാണ്, ഇനി എന്തോന്ന് പഠിക്കാൻ, എല്ലാവരും കൂടെ പഠിപ്പിച്ച് ആകെ ജീവൻ തന്നെ വെറുത്ത് പോയി, ഇനി ജീവിക്കണമെന്ന് കൂടിയില്ല. ഇതെന്ത് പാട്? കാരണം പുള്ളിക്കാരത്തിക്ക് മനസ്സിലാവില്ല ഇവിടെ എന്തിനേ കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അറിയാതെ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളിങ്ങനെ അകത്തോട്ട് കയറിപ്പോയി. ഒരു സമയത്ത് രോഹി ഫോണിലും പറഞ്ഞുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി ഇങ്ങോട്ട് വരായിരുന്നു. അപ്പം കണ്ടെങ്കിലും വലിയ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ബബിത അങ്ങോട്ട് കയറി പോകണം. അപ്പോഴത്തേക്കും രോഹിക്കാണ്, നീ ടൗണിൽ പോയായിരുന്നു? അപ്പോൾ പോയായിരുന്നു. എന്നെ പറ്റി നിന്റെ മുഖത്ത് വല്ലാണ്ടിരിക്കുകയാണല്ലോ, എന്നാറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് രോഹിയുടെ ഫോൺ തരാമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നിന്റെ ഫോൺ എന്താ പറ്റിയത്? എൻ്റെ ഫോൺ പൊട്ടി. അപ്പം അവനിൽ ഒന്ന് കാണിച്ചേ. അപ്പം അവൾ പറയുകയാണ്, എന്തിനാ കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, എൻ്റെ ഡിസ്പ്ലേ പോയി അത്രേ ഉള്ളൂ. അപ്പോൾ അവൾ പറയുകയാണ്, എന്താ പിന്നെ നിനക്കത് സർവീസ് സെൻറ്ററിൽ കൊടുത്തു വിടായിരുന്നു? അപ്പോൾ ഇവൾ പിന്നെ ചോദിക്കുകയാണ്, രോഹിയുടെ ഫോൺ തന്നേ, ഞാനിപ്പോൾ തരാം, ഒരു കോൾ ചെയ്യാനാന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിനും അവൻ ചോദിക്കുന്നത്, ആരെ വിളിക്കാനാ? നീ നമ്പർ പറ, ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചിട്ടങ്ങ് തരാം, പ്ലീസ് കഷ്ടമുണ്ട്, ആ ഫോണിന് തായോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ്, നീ നമ്പർ പറ, ഞാൻ വിളിച്ച് തരാന്നേ. അപ്പോഴേക്കും ബബിത ചോദിക്കുകയാണ്, ഇയാൾക്ക് എത്ര വലിയ ചാടാ? അപ്പോൾ രോഹി പറയുന്നത്, നിനക്കല്ലേ ചാടാ, നിനക്ക് നമ്പർ പറയാൻ എത്ര മടി? അപ്പോഴേക്കും ബബിത, രോഹിയേട്ടൻ്റെ ഫോൺ എനിക്ക് വേണ്ട, തീർന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും വൈജയന്തി ഒന്ന് ചോദിക്കുകയാണ്, എന്നാ അവൾ ഇത്ര വലിയ ദേഷ്യപ്പെട്ടിട്ട് പോയത്? അപ്പോഴത്തേന് രോഹി പറഞ്ഞു, അവളുടെ ഫോൺ പൊട്ടി, അതിൻ്റെ കലിപ്പാണെന്ന്. പരദൂഷണമായിട്ട് അമ്മ വന്നയാന്ന് രോഹിക്ക് ചെറുതായിട്ട് മനസ്സിലായി. അപ്പോൾ ഉടനെ പുള്ളിക്കാരത്തി പറയണം, ഈ ഇടയായിട്ട് അവൾക്ക് ഇത്ര നെഗളിപ്പ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ രോഹിത് മൈൻഡാക്കാണ് രോഹി അങ്ങോട്ട് പോയി. അപ്പം രോഹിനെ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ വേറെ ആരുടെങ്കിലും പറയാം, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഒക്കെ കയറാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ നിലത്ത് വീണ് പൊട്ടണ സൗണ്ട് ഇല്ലേ? അപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയാണ്. പിന്നെ നേരെ കാണിക്കുന്ന ബബിതയുടെ റൂമാണ്. ബബിത ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ മുടിയൊക്കെ ആകെ ഒരുമാതിരി ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ എടുത്തിട്ട് ആകെപ്പാടെ ഒരു ഭ്രാന്തിൻ്റെ പോലത്തെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കിന് വൈജയന്തി ഇങ്ങനെ റൂം തുറന്നിട്ട് വരികയാണ്. നോക്കുമ്പോൾ നിലത്ത് കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം ചിന്നി ചെതറി കിടക്കുന്നു. അപ്പോഴത്തേക്കിന് വൈജയന്തിയും തത്തിക്കൊണ്ട് വന്നിട്ട് പറയുകയാണ്, നീ എന്നാ ഭ്രാന്താടി കാണിച്ചേക്കുന്നത്, അല്ല നിനക്ക് എന്നാ പറ്റിയേ? അപ്പോഴേക്കും ബബിത, അമ്മേനെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ? അപ്പോഴത്തേന് തള്ള വീണ്ടും ചോദിക്കുന്നത്, എന്നാ നിനക്ക് പറ്റി, എന്താ ഇതിന് മാത്രം നിനക്ക് പ്രശ്നം പറ്റിയത്? ഒരിടത്ത് ഒരു ആശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പുള്ളിക്കാരത്ത് ഭയങ്കരമായിട്ട് ചോദിക്കുകയാണ്. അപ്പോഴത്തേന് വൈജയന്തി ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ഇവിടെ എന്തിൻ്റെ കുറവാ? അപ്പോഴത്തേക്കിനും അവൾ, ഒരു കുറവില്ല, എല്ലാം ഉണ്ട്, സമ്മതിച്ചു. ഈ വീട്ടിൽ ആരെയും ഒരു പേടിയില്ലാതായി. അലീനയെന്നും പറഞ്ഞ് നാശം പിടിച്ചവൾ എന്തായാലും ഇങ്ങനെ ഒരു പരിഷ്കാരം ഉണ്ടാക്കിയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോയത് എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി പറയുകയാണ്. അപ്പോഴേക്കും തന്നെ ബബിത ദേഷ്യപ്പെട്ടിട്ട്, അങ്ങ് ഉഗാണ്ടയിലെ ഭൂമികുലുക്കം ഉണ്ടായാലും അമ്മ വളച്ചൊടിച്ചത് അലീന ചേച്ചിയുടെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കും. അപ്പോഴേക്കും വൈജയന്തി, ഭൂകമ്പം അതിലും എത്രയോ ഭേദമാം, കുറച്ച് വീടും കെട്ടിടങ്ങളും ഇടിഞ്ഞ് വീഴുന്നല്ലേ ഉള്ളൂ, അതിൽ എത്രയോ വലിയ നാശമാണ് ആ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ ഉടനെ ഇവള് പറയുകയാണ്, അമ്മ ഒന്ന് പോവോ, ഒന്ന് ഇറങ്ങിത്താ, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്നിട്ട് പുള്ളിക്കാരത്തെ ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിങ്ങനെ കിടന്ന് കരയാണ്. പിന്നെ അടുത്ത സീനിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ഒരു കടപ്പാട്ടൂർ വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വരികയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പുള്ളി. അത് മാത്രമല്ല നമ്മുടെ സ്റ്റാൻലി പപ്പയുടെ പാത പിന്തുടരാണെന്ന് തോന്നുന്നു, അടിച്ച് കുറച്ച് കിണ്ടായിട്ടാണ് വരുന്നത്. അപ്പം പുള്ളിക്ക് കണ്ണ് മാത്രം പിടിക്കുന്നില്ല, വീടൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ബാലചന്ദ്രൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ ലോക്ക നോക്കിയിട്ട് ലോക്ക് ആവണില്ല. അപ്പോഴത്തേനുണ്ട് പുള്ളിക്കാരൻ പറയണം, നീ എന്നാ ഇത് വൈജയന്തി മേഡത്തെ പോലെയാണോ, നീ ഇപ്പോൾ ഇങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് വണ്ടിയുടെ ഡോർ അടച്ചിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടാണ് ഇറങ്ങിയത്. ഇത് എൻ്റെ ബാലചന്ദ്ര, ഈ ഡോറ് നീ അടച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ പുള്ളി ഡോറൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ആടി ചെന്ന് പുള്ളി കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. അപ്പോഴത്തേക്കും അവിടെ കൃഷ്ണമോള് റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പോഴത്തേനും വൈജയന്തി ചോദിക്കുകയാണ്, ആരാ അത്? ആരാന്ന് ചോദിക്കുമ്പോൾ അച്ഛനായിരിക്കും എന്നിങ്ങനെ പറയുന്നത്. എന്നിട്ട് വൈജയന്തി കാണുന്നത്, ഇതൊരു ഉറങ്ങിയില്ലേ? ഇല്ലില്ല, എനിക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വൈജയന്തി ചെന്ന് തുറന്നു കൊടുക്കും, തോന്നുന്ന സമയത്താ വരവും പോക്കും ഒക്കെ, ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്, ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ മറുപടി കിട്ടും. ശരിക്കും വൈജയന്തി, എന്നാടി എൻ്റെ ചോദ്യത്തിൻ്റെ കുഴപ്പം? അപ്പോഴത്തേന് കൃഷ്ണമോള്, അത് മറുപടിയൊക്കെ കിട്ടാൻ പറഞ്ഞൂടെ? എന്നിട്ട് അവളിങ്ങനെ ജനലിൽ കൂടെ പോയി നോക്കുകയാണ് ആരാന്ന്. അപ്പോൾ നോക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് കണ്ണും കൈയും കലാശമൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നു, അച്ഛനെ മോളെ ഇങ്ങോട്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കിനും അവൾ വൈജയന്തിയോട് അച്ഛനാന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. മോളെ കണ്ടപ്പോഴത്തേക്കും കൃഷ്ണമോളെ ഇങ്ങനെ കൊഞ്ചിച്ചുണ്ട്, നീ ഉറങ്ങിയില്ലായിരുന്നോ മോളെ? അപ്പം ഓൾറെഡി പുള്ളിയുടെ കാല് തുറക്കുന്നില്ല, പിന്നെ കൊഞ്ചിക്കലും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് അന്ന് തന്നെ മനസ്സിലാവും. അപ്പോഴത്തേനും അവളൊക്കെയാണ്, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ പുള്ളിയൊക്കെയാണ്, എന്ത് വെള്ളമാണോ മദ്യമാണോ? അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു, രണ്ടും. ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ എന്തായാലും കുടിച്ചിട്ടുണ്ടാവുമല്ലോ. വെള്ളം ഒഴിച്ചിട്ട് ഒരിച്ചിരി മദ്യം ഒഴിച്ചെന്ന് പറഞ്ഞാൽ അത് സത്യമാണോ കള്ളമാണോ എന്നിങ്ങനെ പുള്ളിയൊക്കെയാണ്. അപ്പോഴത്തേക്കും അവൾ പറയുകയാണ്, അത് സത്യമാണ്, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ ഇച്ചിരി മദ്യപിച്ചു, ഞാൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു എപ്പിസോഡ് അവിടെ തീരുകയാണ്.